ആണെന്ന് ഒരിക്കൽ ആദിത്യൻ എൻ്റെ അടുത്ത് പറയണ്ടായി. സത്യമായിരുന്നു. ആസ്വാദകയായിട്ട് ഇരുന്നാ മതിയായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ അതിലേക്ക് ഇറങ്ങും തോറും പോരാ, അധ്വാനം പോരാ എന്ന് തോന്നിപ്പിക്കുന്ന അപ്പൊക്കെ ഞാൻ ആദിത്യനെ ഒരു 1000 വട്ടം പോരാ 10,000 വട്ടമെങ്കിലും ആദിത്യൻ്റെ പഠനകാലം ഞാൻ ഒരു മാതൃകയായി എടുത്തിട്ടുണ്ട്. പിന്നെ ഷിബിയിൽ നിന്നും അനേകം മറ്റ് കൂടെ പഠിച്ചിട്ടുള്ള സീനിയേഴ്സും കൂടെ പഠിച്ചിട്ടുള്ളവരുടെ കയ്യിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, ഒരു കളരിക്ക് പോകുന്നതിൻ്റെ മുമ്പേ ആണെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ മുമ്പേ ആണെങ്കിലും തുടക്കത്തിൽ ചിലപ്പോൾ ഒരു 10 എല്ലാവരും ഇരിക്കുന്നുണ്ടാവും. ബാക്കി എല്ലാവരും സംശയങ്ങളൊക്കെ തീർന്ന് ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മുറി പോയി കിടക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും എപ്പോഴും ബാക്കി നിൽക്കുക ആദിത്യനായിരിക്കും. പിന്നെ എത്ര നോക്കിയാലും അവന് മതിയാവില്ല. ഓരോ വാക്കും അരച്ച് കലച്ച് കുടിച്ച് തീർന്നിട്ട് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് ആദിത്യൻ ഓരോ കാര്യവും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BA ഫസ്റ്റ് റാങ്ക്, MA ഫസ്റ്റ് റാങ്ക്, ഇപ്പോൾ വന്ന് PSC ഫസ്റ്റ് റാങ്ക്, അതൊന്നും അതിശയമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്താ വെച്ചാൽ അത് ആദിത്യൻ്റെ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കാണ്. ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ഹാർഡ് വർക്കാണ്. പക്ഷെ കാലം കടന്നു വരുന്നതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പൊ കുറെ സ്മാർട്ട് വർക്കും പഠിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും അതിനെ മനസ്സിലാക്കി അതിനെ എങ്ങനെ അവതരിപ്പിക്കണം. ഞാനും മാഷും എപ്പോഴും പറയും, ഒരു കിരാതം കാട്ടാളൻ, എനിക്കതിന് ആദ്യത്തിന്റെ 2ാമത്തെയോ 3ാമത്തെയോ കാട്ടാളനാണോ അത്രയും പോലും ഉണ്ടായിട്ടുണ്ടോന്ന് സംശയമില്ല. ഞങ്ങൾ ബെറ്റ് വെച്ച് എണ്ണാൻ തുടങ്ങിയതാ ഉപകഥകൾ. 17 ആയപ്പോൾ ഞാൻ വിട്ടു, എൻ്റെ എണ്ണം തെറ്റി. എന്തോ ഒരു ആട്ടം എന്തോന്ന് വന്നപ്പോൾ എൻ്റെ ശ്രദ്ധ തെറ്റിയിട്ട് 17 ഉപകഥകളാണ് ആദിത്യൻ കണക്ട് ചെയ്ത്. അപ്പോൾ പോടാനി ആരടാ മൂടാന്ന് ആ ഒരു രംഗത്തിൽ വരുന്ന 3ഓ 4ഓ ചരണേ വട്ടം തട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഉപകഥകളെ കോർത്തിണക്കി ആ കഥ ആടുന്ന ആട്ടകഥയും ആടുന്ന കഥാപാത്രത്തിനോട് കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കാൻ പറ്റണമെങ്കിൽ അത് ആദിത്യന്റെ വായനാശീലമാണ് പിന്നീട് എടുത്ത് പറയേണ്ടത്. അതാണ് ആദിത്യനാക്കിയത്, എല്ലാവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇപ്പൊ കളരിയിൽ എല്ലാവരും ഒരുപോലെ തന്നെ അഭ്യസിച്ചിട്ടുണ്ട്, എല്ലാവരും അധ്വാനിച്ച് തന്നെയാണ്. പക്ഷെ അവരെക്കാളും ഒരു പടി മീതെ ആദിത്യനെ പുഷ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിത്യന്റെ വായനാശീലം, അറിവ് നേടാനുള്ള ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. ഇംഗ്ലീഷിൽ അതിന് ക്വസ്റ്റ് എന്ന് പറയും. എത്ര കിട്ടിയാലും പോരാ, എത്ര കുടിച്ചാലും ദാഹം മാറുന്നില്ല എന്നുള്ള ഒരു ക്വസ്റ്റ് ഉണ്ട് ആദിത്യന്റെ ഉള്ളിൽ കഥകളിയെ സംബന്ധിച്ചിടത്തോളം. അതിപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഓരോ വേഷവും ഓരോ അരങ്ങ് അവതരിപ്പിക്കുമ്പോഴും അതിനെക്കുറിച്ച് മനനം ചെയ്തിട്ടാണ് ആദിത്യൻ വരുന്നത്. പല പല തിരക്കുകൾ പ്രായമാവുന്നതനുസരിച്ച് ഉത്തരവാദിത്തങ്ങളും എന്താ പറയുക പല പല സാഹചര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് നേരിട്ട് കളി സ്ഥലത്തേക്ക് എത്തുന്നതും അങ്ങനത്തെയൊക്കെ ഉള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും നമ്മളോടൊക്കെ പറയും, ഒന്നും ചിന്തിച്ചില്ലേ ചേച്ചി, എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ ആക്കണം. ഇത് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ പറയും, ഇതിനെക്കുറിച്ച് നീ ഒരു 2 ആഴ്ച മുമ്പ് ചിന്തിച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് പറയണ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളത്. അത് ആദ്യമൊക്കെ ഞാൻ അത് അപ്പാടെ വിശ്വസിച്ചിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലാക്കി വെറുതെ പറയണതാ. ഇയാളിതിനെ കുറിച്ച് ഒരു 2 ആഴ്ച മുമ്പെങ്കിലും ചിന്തിച്ച് അതെല്ലാം സെറ്റാക്കി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ആ സാധനം അവിടെ വന്ന് കെട്ടുമ്പോഴാണ് തുറക്കുക വേണ്ടത്. പക്ഷെ അത് തലേ ദിവസം ചിന്തിച്ചില്ല എന്നുള്ളതാണ് ആദിത്യൻ പറയുന്നത് എന്നുള്ളത് പിന്നീടാണ് ആദിത്യനെ കുറിച്ചുകൂടി അടുത്ത് മനസ്സിലായത്. അങ്ങനെ ഹോംവർക്ക് ആണ് ആദിത്യന്റെ ട്രേഡ് മാർക്ക്. അത് എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അതായത് പണ്ട് കാലത്തൊക്കെ ആശാമാർക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ അവർക്ക് ഇത്ര അധികം എഴുത്തും വായനയും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും തനിക്ക് തൻ്റെ കലയ്ക്ക് ആവശ്യമുള്ളത് മാത്രം വായിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ശിവരാമാശാനാണെങ്കിലും രാമട്ടിയാശാൻ അത്ര വായിക്കില്ല, പക്ഷെ ശിവരാമാശാൻ നല്ലോണം വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. എന്ത് കിട്ടിയാലും വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു.
ഇംഗ്ലീഷിലുള്ളത് എൻ്റെ അച്ഛനെ കൊണ്ട് വായിപ്പിച്ച് തർജ്ജമം ചെയ്യിപ്പിച്ച് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആളായിരുന്നു. അതുപോലത്തെ ഒരു സ്പാർക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കുറേ ചെറുപ്പക്കാർക്ക് ഉണ്ടെങ്കിലും, എന്നാലും ആദിത്യന് അതിൽ പറയാതെ തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ സ്വമേധയായി വളർത്തിയെടുത്ത ഒരു വായനാശീലം, അത് തന്നെയാണ് ആദിത്യൻ്റെ കോൺഫിഡൻസ്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അത് അവതരിപ്പിക്കാനുള്ള ഒരു പിൻബലം ആദിത്യന് നൽകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി പറയട്ടെ, സാധാരണ കൂട്ടുവേഷങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ പത്നിമാര് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കൂട്ടുവേഷം ചെയ്യുമ്പോൾ എല്ലാവരും കളരിയിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള നടന് അയാൾക്ക് അയാളുടെ സ്വാധീനം കൊടുക്കുക, അയാൾ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയുക. ചില വേഷങ്ങൾക്ക് പറഞ്ഞാൽ ആശാന്മാര് കണ്ണൂരിട്ടു. പക്ഷെ ഈ ഒരു വേഷക്കാരിൽ നിന്നാണ് ഞാൻ ആ ധൈര്യം ആർജിച്ചെടുത്തത്. എത്ര ചെറിയ വേഷമാണെങ്കിലും ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാണെങ്കിലും വേണ്ടില്ല, ആ പദത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ആളോട് തന്നെ പ്രതികരിച്ചോളണം എന്നൊന്നുമില്ല. ആദിത്യൻ ആ കഥാപാത്രമായി മാറുന്നത് നമുക്ക് ആദിത്യനെ കണ്ടാൽ മനസ്സിലാവും. പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മുഖം ചെറിയൊരു കണ്ണിന്റെ ചലനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചിരി കൊണ്ടോ ഒക്കെ ആ കഥാപാത്രത്തിന് ഒരു റെസ്പോൺസ്, അത് അവിടെ നിൽക്കുന്ന ഒരു പ്രതിമയല്ല. ചില സ്ത്രീവേഷ കഥാപാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറ്റിയടിച്ച് അവിടെ വെച്ചിട്ട് പോയതാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചേർന്ന ഒരു കാലഘട്ടത്തിൽ ആദിത്യൻ അതിനെ ജീവനുള്ള കഥാപാത്രമായി മാറ്റുന്ന അനേകം അവസരങ്ങൾക്ക് ദൃക്സാക്ഷിയായിട്ടുണ്ട് ഞാൻ. അത് ധൈര്യപൂർവ്വം ചെയ്യുക തന്നെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല അതിന് ഒരു ആശാന്മാരും ആദിത്യനോട് വന്നിട്ട് നീ അങ്ങനെ അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതെനിക്ക് ആദിത്യനോട് ചോദിക്കണ്ട. എന്താ വെച്ചാൽ ഔചിത്യമല്ലാത്തതൊന്നും ആദിത്യൻ ചെയ്തിട്ടുണ്ടാവില്ല. അത് ഈ വായനാശീലം അല്ലെങ്കിൽ കഥാപാത്രത്തെ മനസ്സിലാക്കിയിട്ട് വന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനെ അവതരിപ്പിക്കുക. പക്ഷെ അവിടെ ആവശ്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രക്രിയയും കൂടി മിടുക്കനായിട്ടുള്ള ആദിത്യൻ അവിടെ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ പ്രതികരണം സ്വീകാര്യമാകും. അതുകൊണ്ടാണ് പേരിട്ടപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടിക്ക് പേരിട്ടപ്പോ അത് കറക്റ്റാണ്. ആദിത്യന്റെ കുട്ടിയുടെ പേര് നിയതി വൈഭവ എന്നാണ്. ആ വൈഭവം അത് അങ്ങനെ തന്നെ പ്രകടനമാകുന്നതാണ്. അതിൽ എന്താ പറയുക, കറക്റ്റാണ് ഓരോന്നും. അത് ആദിത്യന് ഇപ്പൊ ജോലി കിട്ടിയപ്പോഴും ആദ്യം വിളിച്ചപ്പോൾ പറയാൻ തോന്നിയത് വൈഭവം, നിയതി വൈഭവം. അവാർഡ് നവഭവ പ്രഖ്യാപിച്ചോളും നിയതി വൈഭവം. കല്യാണം ആഗ്രഹിച്ച കുട്ടീനെ കല്യാണം കഴിച്ചപ്പോഴും അന്ന് നിയതി വൈഭവം എന്നല്ല പറഞ്ഞെങ്കിലും എന്താ പറയാ, ഭാഗ്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റി. നല്ലൊരു കുടുംബം, വളരെ സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു കുടുംബം, ഉത്തരവാദിത്വം പുലർത്തുന്ന ഒരു മകൻ. എനിക്ക് ഏറ്റവും ആദ്യത്തിൽ ഇഷ്ടമായത് കൊറോണ കാലത്ത് ഞങ്ങൾ 1-2 അടുത്ത അവസരങ്ങളിൽ വീട് നോക്കാനൊക്കെ ഇറങ്ങുമ്പോൾ എത്ര കണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സറിഞ്ഞാണ് ആ ചെറുപ്രായത്തിൽ, അന്നത്ര 23-24 വയസ്സ് ഉണ്ടാവില്ലേ ആ വീട് നോക്കുന്ന സമയത്ത്, 25 മാക്സിമം വീട് നോക്കിയേറുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു 26-ന്റെ ഉള്ളിൽ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് ഈ കുട്ടി സ്ഥലം നോക്കി നടക്കുന്നത്. അതില് ചേച്ചിയുടെ ഭർത്താവുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അളിയനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഇതൊക്കെ ശരിക്കും പറഞ്ഞ അത്ഭുതത്തോടു കൂടി നോക്കി നിന്ന് ആദിത്യനെ സ്വന്തമാക്കണം എന്ന് വിചാരിച്ച എൻ്റെ കുറെ കസിൻസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഞാൻ നോക്കിയതാണ്. ശ്രുത ഇവിടെ ഉണ്ട്, ശ്രുതയ്ക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിനൊന്നും പിടി തന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഈ ആദിത്യനെ ആർക്കും അങ്ങനെ സ്വന്താക്കാൻ പറ്റില്ല.
ഇത് ഉദിച്ച് 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 ഉയർന്ന് എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ ഉദിച്ച് നിൽക്കുന്ന ഒരു ആദിത്യനായിട്ടേ അതിനെ നിർത്താൻ കഴിയുള്ളൂ. ആർക്കും അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇപ്പൊ ആർഎൽവിയിലത്തെ ഉദ്യോഗം വന്നപ്പോഴും നല്ല മോഹമുണ്ടായിരുന്നു. ആദ്യം ഞാൻ തന്നെ അതിനെ പ്രസിദ്ധീകരിക്കണതാണെന്ന്. എവിടെ ഒക്കെ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് വിളിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഞാനൊന്നും ചെയ്യില്ല. അപ്പോഴും മനസ്സിലായത് ഈ ആദിത്യനെ കൈക്കൽ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഒന്നിനും ഈ ആദിത്യനെ ബന്ധിച്ച് നിർത്താൻ കഴിയില്ല. അത് ആദിത്യന്റെ സ്വഭാവത്തിലും ഉണ്ട് കേട്ടോ. വളരെ ഒരു കലാകാരന് വേണ്ടുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് മാഷ് എപ്പോഴും പറയും കലാകാരന്മാർക്ക് നിത്യ ശത്രുക്കളും ഇല്ല, നിത്യമിത്രങ്ങളും ഉണ്ടാവാൻ പാടില്ല. അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ആദിത്യൻ. ഇപ്പൊ ഒന്നല്ല, ഡിഗ്രി പഠിക്കുന്ന കാലത്തും അതെ. കാണുമ്പോൾ എല്ലാവരോടും നമുക്കിപ്പോ തോന്നും ആദിത്യന്റെ മനസ്സ് മുഴുവനും നമ്മളാണെന്ന് തോന്നും. പക്ഷെ ആദിത്യന്റെ മനസ്സ് മുഴുവൻ കഥകളിയുള്ളൂ, വേറെ ഒന്നുമില്ല, നമ്മളില്ല. പക്ഷെ ഓരോന്ന് ചെയ്യുമ്പോഴും കഥകളി ആസ്വാദകരെയും ആദിത്യനെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും വേണ്ടുന്ന സമയത്ത് വേണ്ട പോലെ ആലോചിക്കാനും പരിഗണിക്കാനും അവർക്ക് വേണ്ടുന്ന ആദരവ് കൊടുക്കാനും റെസ്പെക്റ്റ് ചെയ്യും ഒരുപാട്. അത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയൊക്കെ കുറേയൊക്കെ ഇപ്പം ആദിത്യൻ വളർന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദിത്യന് നല്ലോണം വളർന്നു, വലിയൊരു സ്റ്റാറായി ആദിത്യൻ. പക്ഷെ ഇപ്പോഴും ആ കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്ന് പറഞ്ഞ് ചിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലൊരു ആത്മാർത്ഥത ഫീൽ ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഡിപ്ലോമസിയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, ജോലി കിട്ടിയതിൻ്റെ ചെലവ് എന്തായാലും ഞങ്ങൾ മേടിച്ചിരിക്കും. ആ ഡിപ്ലോമസിയാണ് ആദിത്യനെ എത്രയൊക്കെ വളർന്നാലും അവനവൻ്റെ ജോലി ചെയ്യേണ്ട സമയത്ത് മര്യാദയ്ക്ക് ചെയ്യാനും, എന്നാൽ കഥകളിക്ക് ഗുണമില്ലാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കാനുള്ള കോൺഫിഡൻസും ആദിത്യനുണ്ട്. അത് ഈ ഡിപ്ലോമസി തന്നെയാണ്. എടപ്പള്ളിയിൽ 1-2 സന്ദർഭത്തിൽ അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ആശാന്മാരുണ്ട്, കൂടെ പഠിക്കുന്നവരുണ്ട്. സദസ്സിൽ തന്നെ ഒരു വിഷയം ഉയർന്നു വന്നതിനെ ചോദ്യം ചെയ്യണമെന്ന് സദസ്സിലിരിക്കുന്ന കുറേ പേർക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതിലേറ്റവും അന്ന് പ്രായം കുറഞ്ഞത് ആദിത്യനായിരുന്നു. ഒരു സംശയം ഉണ്ടായില്ല. നേരെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഗോപിയാശാനും കൃഷ്ണകുട്ടി ആശാനും ആശാന്മാരുടെ അടുത്ത് പോയി പറഞ്ഞു, ആശാൻ കേട്ട് സഹിക്കില്ല, അതിന് മറുപടി കൊടുക്കട്ടെ, നീ എന്താ പോയി പറഞ്ഞോടാ എന്ന് പറഞ്ഞു. വന്നിട്ട് മൈക്ക് എടുത്തിട്ട് അവിടെ പിന്നിൽ 80ഉം 79ഉം ഇന്ന് അരങ്ങത്തുണ്ടെങ്കിൽ അതിൻ്റെ പിൻബലം ആ വ്യക്തി പറഞ്ഞ സാധനത്തിൻ്റെ അല്ലെങ്കിൽ ചൊല്ലിയാട്ടം അല്ലെങ്കിൽ ഉഴിച്ചിൽ വേണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമായിരുന്നു അവർ പറഞ്ഞ്. അതിനുള്ള തക്കതായിട്ടുള്ള മറുപടി അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ആദിത്യനാണ് കൊടുത്തത്. അങ്ങനെ പല അവസരങ്ങളിലും പല കാര്യങ്ങളിലും ശരിയല്ലാത്തത് ശരിയല്ല എന്ന് വളരെ മാന്യമായിട്ട്, ഒട്ടും റിബൽ ചെയ്യാതെ, ഒട്ടും ഫ്ലെയറപ്പ് ചെയ്യാതെ, അല്ലെങ്കിൽ ആർക്കും അതിനെ എതിർക്കാൻ തോന്നാത്ത വിധത്തിൽ വളരെ സ്റ്റേൺ ആൻഡ് സോഫ്റ്റ് ആയിട്ട്, രണ്ടുമുണ്ട്. സ്റ്റേൺ ആണ്, പക്ഷെ സോഫ്റ്റായിട്ട് കാര്യം പറയാനുള്ളൊരു ധൈര്യവുമുണ്ട്. അത് ആർഎൽവിയിലും ഞാൻ അതിന് ദൃസാക്ഷിയായിട്ടുണ്ട്. ചില പേര് പഠിക്കാൻ അവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ഒരു 5-6 മാസം വെറുതെ ഇരിക്കണം. 10 മണി എന്നുള്ള ഒരു ഇത് നോക്കണ്ട, വാച്ച് നോക്കണ്ട. ആദ്യം അവിടെ തോടയം തുടങ്ങിയിട്ടുണ്ടാവും. 4 മണിക്ക് ഞങ്ങൾ ബാഗെല്ലാം എടുത്ത് പോരുമ്പോഴും അവിടെ ആദിത്യൻ ക്ലാസ് നിർത്താനുള്ള യാതൊരു ചിന്തയും ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. 1-2 ദിവസങ്ങൾ ഞാൻ നിന്നാ ഇതും കൂടി കഴിഞ്ഞിട്ട് പോവാം. എവിടെ 5 മണിയാവാറ് അവർക്ക് അനുവദിച്ചിട്ടുള്ള സമയം വരെ ആദിത്യൻ ക്ലാസ് എടുക്കാൻ തയ്യാറായിരുന്നു. അത് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കാരണം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആദിത്യനോട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ
പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ നല്ലൊരു അധ്യാപകനാവും. ഇനി RLVയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ്. ഇപ്പോൾ ഡിഗ്രിക്ക് ചേർന്നാൽ മതിയായിരുന്നോ എന്ന് തോന്നിപ്പോവാ. ഇത്രേ ആദിത്യനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അമ്മ രാധാമണി, അച്ഛൻ ശിവശങ്കരൻ, പുണ്യം ചെയ്ത മാതാപിതാക്കൾ. BAക്ക് ഫസ്റ്റ് റാങ്ക്, MAക്ക് ഫസ്റ്റ് റാങ്ക്, MPhilന് ഫസ്റ്റ് റാങ്ക്, ഇപ്പതാ PSCയിലും ഫസ്റ്റ് റാങ്ക്. കലാമണ്ഡലം ഗോപിയാശാൻ തൊട്ട് ബാലസുബ്രഹ്മണ്യാശാൻ തൊട്ട് കൃഷ്ണകുമാരാശാൻ തൊട്ട് എല്ലാവരുടെ കീഴിലും അഭ്യസിക്കാനുള്ള ഭാഗ്യം ആദിത്യന് ലഭിച്ചിട്ടുണ്ട്. B ഹൈഗ്രേഡ് ആർട്ടിസ്റ്റാണ് ദൂരദർശനിൽ. ഗുരു കുഞ്ചു കുറുപ്പ് എൻഡോവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. കലാമണ്ഡലം രാമൻകുട്ടി നായർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ എൻഡോവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ONV കുറുപ്പ് എൻഡോവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. വള്ളത്തോൾ എൻഡോവ്മെന്റ് അത് BAക്ക് MAക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൻ്റെ പേരിൽ ആദിത്യന് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മിനിസ്ട്രി ഓഫ് കൾച്ചറുടെ യങ് ആർട്ടിസ്റ്റ് സ്കോളർഷിപ്പ്, ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ്, ജൂനിയർ ഫെലോഷിപ്പ് ഇതെല്ലാം ലഭിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട അവാർഡുകൾ എന്ന് പറഞ്ഞാൽ കലാമണ്ഡലം കൃഷ്ണൻ നായർ അവാർഡ് പയ്യന്നൂർ ക്ലബിൻ്റെ വക, ശ്രീ മുരളീധരൻ പിള്ളൈ അവാർഡ് കോട്ടയം ക്ലബിൻ്റെ വക, ഡോക്ടർ TI രാധാകൃഷ്ണൻ അവാർഡ് നമ്മുടെ ചാലക്കുടി ക്ലബ്ബ് തന്നെ നൽകി ആദരിച്ചിട്ടുണ്ട്. കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നായർ അവാർഡ് PSV നാട്യസംഘം, ഉസ്താദ് ബിസ്മില്ല ഖാൻ അവാർഡ് ആദിത്യ വിക്രം ബിർള ഗ്രൂപ്പ് നൽകിയത്, പിന്നെ യുവ പ്രതിഭ കേരള കലാമണ്ഡലം നൽകിയതും കുരൂർ വാസുദേവൻ നമ്പൂതിരി അവർ നൽകുന്ന യുവ പ്രതിഭ അവാർഡ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നവഭവ അവാർഡിൻ്റെ ഒപ്പം തന്നെ ആദിത്യന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവാർഡുകളുടെ ഒരു ഘോഷയാത്രയാണ്. ശ്രുതകീർത്തി എന്ന ഒരു അവാർഡ് 2 കൊല്ലം മുമ്പ് ലഭിച്ചു. പുറകെ നിയതി വൈഭവം എന്നുള്ള കുഞ്ഞ് അവാർഡും ലഭിച്ചു. അവാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരവാദിത്തങ്ങളാണല്ലോ. അതുകൊണ്ട് ഈ 2 അവാർഡുകളും ഒപ്പം ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബിൻ്റെ നവഭവ അവാർഡ്.